നവീകരണം പൂർത്തിയാക്കാതെ കൊല്ലം ആശ്രാമം സർക്കാർ ഗസ്റ്റ് ഹൗസ് അതിഥി മന്ദിരം അടച്ചിട്ട് 4 വർഷങ്ങളായിരിക്കുന്നു. പുതുക്കിപ്പണിയുന്നതിന് DPR സമർപ്പിച്ചിട്ടും അംഗീകാരം നൽകാതെ ടൂറിസം വകുപ്പും ചെലവാക്കിയ കോടികളും പാഴായി. $10 കോടി ചെലവിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ 2020-ലാണ് ടൂറിസം വകുപ്പ് കൊല്ലം ആശ്രാമം ഗസ്റ്റ് ഹൗസ് അടച്ചിട്ടത്. വർഷം 4 പിന്നിട്ടിട്ടും നവീകരണം പൂർത്തിയായില്ല. 1.5 കോടി ചിലവഴിച്ച് മേൽക്കൂരയിലെ ഓടുകൾ മാറ്റി അറ്റകുറ്റപ്പണി നടത്തിയതൊഴിച്ചാൽ മറ്റു പണികളൊന്നും നടന്നിട്ടില്ല. ഹിന്ദുസ്ഥാൻ ലൈഫ് കെയർ ലിമിറ്റഡിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗം പുനരുദ്ധാരണത്തിനായി DPR തയ്യാറാക്കിയെങ്കിലും ടൂറിസം വകുപ്പ് അംഗീകാരം നൽകിയില്ല. 200 വർഷം പഴക്കമുള്ള പൗരാണിക കെട്ടിടമായതുകൊണ്ട് തന്നെ രാജ്യത്തെ പ്രധാന ആർക്കിടെക്റ്റുമാരും ചരിത്രകാരന്മാരുമൊക്കെ കെട്ടിടം നവീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട പഠനം നടത്തിയെങ്കിലും തുടർ നടപടിയുണ്ടായില്ല. കൊല്ലം ഗസ്റ്റ് ഹൗസിൻ്റെ സ്ഥിതി ഇന്ന് വളരെ പരിതാപകരമാണ്. കഴിഞ്ഞ 3 വർഷക്കാലമായി ഗസ്റ്റ് ഹൗസ് അടഞ്ഞു കിടക്കുകയാണ്. പക്ഷേ ഇവിടുത്തെ ജനപ്രതിനിധിയാണെങ്കിലും ടൂറിസം വകുപ്പിൻ്റെ മന്ത്രിയാണെങ്കിലും ഈ ഗസ്റ്റ് ഹൗസിൻ്റെ നവീകരണ പ്രവർത്തനങ്ങളുടെ പേരിൽ നടത്തുന്നത് പച്ചക്കള്ളവും നുണപ്രചരണങ്ങളുമാണ് നടത്തുന്നത്. പ്രത്യേകിച്ച് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് തൻ്റെ ഏറ്റവും വലിയൊരു വികസന പദ്ധതിയാണ് അല്ലെങ്കിൽ വികസന നേട്ടമാണ് എന്നുള്ള രീതിയിൽ ഗസ്റ്റ് ഹൗസിൻ്റെ നടക്കാത്ത നവീകരണത്തെപ്പറ്റി പറഞ്ഞ് വോട്ട് പിടിക്കാൻ ശ്രമിച്ച ആളാണ് കൊല്ലം MLA കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി. അപ്പോൾ അദ്ദേഹം അടക്കം നടത്തുന്ന ഈ ഒരു വ്യാജ പ്രചരണം അത് കൊല്ലത്തെ ജനങ്ങൾ, കൊല്ലം പട്ടണത്തിലെ ജനങ്ങൾ പ്രത്യേകിച്ച് തിരിച്ചറിയേണ്ടതുണ്ട്. തിരുവിതാംകൂറിലെ ആദ്യ ബ്രിട്ടീഷ് ദിവാൻ കേണൽ മാൻട്രോയ്ക്ക് താമസിക്കുന്നതിന് വേണ്ടിയാണ് റെസിഡൻസി ബംഗ്ലാവ് എന്ന ഗസ്റ്റ് ഹൗസ് നിർമ്മിച്ചത്. 1811 നിർമ്മാണം തുടങ്ങിയ കെട്ടിടം 1819-ലാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. കേരളീയ പാശ്ചാത്യ ശൈലികൾ സംയോജിപ്പിച്ച് നിർമ്മിച്ച കെട്ടിടം പഴമയുടെ പ്രൗഢിയിൽ നിലനിർത്തേണ്ടത് നാടിന്റെ കൂടി ആവശ്യമാണ്. ന്യൂസ് മലയാളം, കൊല്ലം.